ഇടുക്കി ഉപ്പുതോടിൽ ഫർണിച്ചർ വർക്ക്ഷോപ്പ് കത്തി നശിച്ചു. ഉപ്പുതോട് ഇട്ടുകുന്നൽ ജോണിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത്. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതാണ് വിവരം. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. ഉപ്പുതോട് പള്ളിക്കവലിക്ക് സമീപം ഇട്ടുകുന്നൽ ജോണിയുടെ ഫർണിച്ചർ നിർമ്മാണശാലയാണ് അഗ്നിക്കിരയായത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തീ ആളിപ്പടർന്ന തടിയും ഉപകരണങ്ങളും പൊട്ടിത്തെറിക്കുന്നതിന്റെ ശബ്ദം കേട്ടാണ് ജോണിയും ഭാര്യയും ഉണർന്നത്. സമീപവാസികളും ഓടിക്കൂടി. വിവരമറിയിച്ചതിനെ തുടർന്ന് ഇടുക്കിയിൽ നിന്നും അഗ്നിശമന വിഭാഗം എത്തിയെങ്കിലും തടിയും ഉപകരണങ്ങളും ഉൾപ്പെടെ വർക്ക്ഷോപ്പ് കത്തി നശിച്ചിരുന്നു. 15 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വർക്ക്ഷോപ്പ് ഉടമ ജോണി പറയുന്നത്. തീ പടർന്നത് ഞങ്ങൾ അറിയുമ്പോൾ ഒരു 4 മണിക്ക് അടുത്തായിട്ടുണ്ട്. അന്നേരം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ വരാണ്ട് അരമണിക്കൂർ നേരം താമസം ഉണ്ടായിരുന്നു. നഷ്ടമായിട്ട് കുറഞ്ഞതൊരു 15 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സർവ്വ മെഷീനറി സാധനങ്ങളും പോയി, തടിയും പോയി. തടിയാൻ മൂവാറ്റുപുഴ പോയി മില്ലിൽ പോയി എടുത്തുകൊണ്ട് വന്ന തടികളായിരുന്നു. അത് തടികൾ മുഴുവൻ കത്തിപ്പോയി. മുഴുവൻ മെഷീനറി സാധനം പോയി. പിന്നെ വെൽഡിങ്ങിൻ്റെ ഉണ്ടായിരുന്നു, അലൂമിനിയത്തിൻ്റെ ഉണ്ടായിരുന്നു, തടിയുടെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും മെഷീനറി പോയി. 2 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിലുള്ള ആധുനിക രീതിയിലുള്ള പ്ലെയിനർ, വിവിധ വലുപ്പത്തിലും മാതൃകയിലുമുള്ള ചെറിയ പ്ലെയിനറുകൾ, പലതരം ഡ്രില്ലറുകൾ, കട്ടറുകൾ, ഗ്രൈൻഡിംഗ് മെഷീനുകൾ, റൂട്ടർ, വലുതും ചെറുതുമായ ജിപ്സോ മെഷീനുകളുമായി ബന്ധിപ്പിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ, ഫർണിച്ചർ നിർമ്മാണത്തിന് ആവശ്യമായി സൂക്ഷിച്ചിരുന്ന വിവിധതരം തടികൾ, പണി പൂർത്തീകരിച്ചു വെച്ചിരുന്ന ഫർണിച്ചറുകൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കത്തിനശിച്ചു. ഏറെക്കാലമായി ഫർണിച്ചർ നിർമ്മാണ ജോലിയിൽ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ജോണി പലയിടങ്ങളിൽ നിന്നും വൻതുക വായ്പയെടുത്താണ് വീടിനോട് ചേർന്ന ആധുനിക സജ്ജീകരണങ്ങളോടെ ഫർണിച്ചർ വർക്ക്ഷോപ്പ് സ്ഥാപിച്ചത്. കുടുംബത്തിന്റെ ജീവിതമാർഗമായ വർക്ക്ഷോപ്പ് കത്തിനശിച്ചതോടെ വായ്പ ബാധ്യതകൾ തന്നെ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചിന്തയിലാണ് ജോണിയും കുടുംബവും. സർക്കാർ സഹായം ലഭിച്ചാൽ മാത്രമേ നിലനിൽക്കാനാവൂ എന്നാണ് ജോണിയും കുടുംബവും പറയുന്നത്. സിറ്റി വിഷൻ, ഇടുക്കി.